ബെന്യാമിൻ ബെന്നി കഴിഞ്ഞ ദിവസമായി ദിവ്യ എന്ന് പറയുന്ന ഒരു കളക്ടർ നമ്മുടെ നിയുക്ത എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്താണ് എന്നാൽ വേർതിരിവുകളുടെ ഇടയ്ക്ക് വലിയൊരു കാര്യം ദിവ്യ എന്ന് പറയുന്ന ആ പെണ്ണ് ചെയ്തു, ആ സ്ത്രീ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ പറയുന്നത്. വേർതിരിവുകൾ എന്ന് പറയുന്നത് കൊണ്ട് ഇയാൾ ഉദ്ദേശിച്ചത് നമുക്കറിയാവുന്ന പോലെ തന്നെ ദിവ്യയുടെ പേരിൻ്റെ പുറകിൽ ഒരു അയ്യരുണ്ട്. കെ രാധാകൃഷ്ണനാണ് ഇവിടുത്തെ പട്ടികജാതി വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അയാൾ പട്ടികജാതിക്കാരനാണ്. അതുകൊണ്ട് ദിവ്യ അവർക്ക് എന്താണ് അയാളോടൊത്ത് വലിയ സൗജന്യം ചെയ്തു. അവരുടെ ജാതിയിൽ താഴ്ന്ന ഒരാളെ കെട്ടിപ്പിടിച്ചു. അതുകൊണ്ട് അത് കെ രാധാകൃഷ്ണൻ കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. ആ ഒരു രീതിയിലാണ് ഈ ടോക്ക് പോകുന്നത്. പുള്ളി അങ്ങനെയാണ് ആ പോസ്റ്റ് എഴുതിയിട്ടത്. പുള്ളിയാണത് ഉണ്ടാക്കിയത്. പുള്ളിയാണ് ഈ പറയുന്ന ടോക്കുകൾക്കെല്ലാം വഴി വെച്ചതും പുള്ളി തന്നെയാണ്. ബെന്യാമിൻ ആടുജീവിതമേ അതിൻ്റെ ആളാണ്. പുള്ളിയുടെ ജീവിതം ശരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ചിന്താഗതികൾ ശരിക്കും ആടുജീവിതമല്ല, അത് ജാതി ജീവിതമാണ്. ഇത്രയും ദുഷിച്ച ചിന്താഗതിയുള്ള ഒരാൾ, ഇത്രയും വേർതിരിച്ച ആൾക്കാരെ കാണുന്ന ഒരാൾ എഴുതി വിട്ടൊരു കഥയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അതിനകത്ത് നജീബ് എന്ന് പറയുന്ന ഒരാൾ, അയാളെപ്പറ്റി ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ച ഒരു കഥ കൂടിയാണ് ഈ ആടുജീവിതം എന്ന് പറയുന്നത്. അയാൾ മൃഗത്തെ ഭോഗിക്കുമായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് വായിച്ചവർക്കറിയായിരിക്കും. ഞാൻ അതിനെപ്പറ്റി പിന്നെ മിണ്ടാതിരുന്നതാണ് നേരത്തെ ഇട്ട വീഡിയോകളിലൊക്കെ. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചത് അയാളുടെ ഒരു ഫാൻറ്റസി കൊണ്ട് തോന്നിയായിരിക്കും. അങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാക്കി ബെന്യാമിൻ ഉണ്ടാക്കിയതായിരിക്കും അവസാനം എന്നൊക്കെ. ഇയാളുടെ ഇപ്പോഴത്തെ ഒരു ടോക്കൊക്കെ വെച്ചിട്ട് പുള്ളി അത് അങ്ങനെ തന്നെയായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ പുള്ളി അയാളെ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു കാര്യമാണ് പുള്ളി ചെയ്തത്. പുള്ളി ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നു, അപ്പോഴും മാർക്കറ്റ് ചെയ്തു. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് തന്നെ ജീവിക്കുന്ന വെറും ഒരു തറ മൈൻഡുള്ളൊരു ബിസിനസ്മാൻ മാത്രമാണ് ബെന്യാമിൻ. അല്ലാതെ സാമാന്യ ബോധമുള്ള ബുദ്ധിയും വിവരമുള്ള ഒരാളായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. അതിനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. പുള്ളി ഇത് പറഞ്ഞു. അതിപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ജാതി വെറിയുള്ള, അല്ലെങ്കിൽ ജാതി നോക്കി ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യുന്ന, അവർ സവർണരാണ്, അവർ വെളുത്തതാണ്, ഇവർ കറുത്തതാണ് എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവർ മനുഷ്യരല്ല, നമ്മളെക്കാളും താമസമാണ്, ഇവരെന്താണ് വലിയ ആളാണ്, എന്താണ്ട് കൊണയാണെന്നൊക്കെ ചിന്തിക്കുന്ന വെറും തേർഡ് ക്ലാസ് തെണ്ടികൾ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണ് പുള്ളി പറഞ്ഞത്. അവർ പറയുന്ന പോലത്തെ ഒരു വർത്തമാനമാണ് പുള്ളി പറഞ്ഞത്. പറഞ്ഞതല്ല, എഴുതി വിട്ടതാണ് ഇത് കേട്ടോ. പുള്ളി എഴുത്തുകാരനാണല്ലോ, എഴുത്തുകാരൻ. അപ്പോൾ എഴുതി വിട്ടത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പുള്ളി പറയുന്നു അത് ഇയാൾ പറഞ്ഞത് അങ്ങനല്ല, ഏതാണ്ട് വലിയ വേറെ എന്തോ ആണ് പറഞ്ഞത്, അത് വാട്സപ്പ് മാമന്മാർക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലാതെ പുള്ളി പറഞ്ഞത് അങ്ങനല്ലെന്ന്. എന്നിട്ട് പുള്ളി അതിനകത്ത് എഴുതി ചേർക്കുന്ന കാര്യമുണ്ട്. ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്, എൻ്റെ കൂട്ടുകാരിയാണ്. ഇതേപോലെ തന്നെ അവരെക്കാളുള്ള സാമ്പത്തികമായിട്ട് താന്ന ആൾക്കാരെയും കറുത്തവരെയും അവരെക്കാളും ജാതിയിൽ താന്ന ആൾക്കാരെയും അവർ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവരുടെ കെട്ടിപ്പിടുത്തം കിട്ടാൻ വേണ്ടി ആൾക്കാർ പുണ്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ് എഴുത്ത്. അതിൻ്റെ ഒരു അർത്ഥം അതാണ് കേട്ടോ. ബെന്യാമിൻ, എടോ, താൻ എഴുതുന്ന എന്ത് ഊളത്തരമാണെങ്കിലും അത് ആൾക്കാർക്ക് മനസ്സിലാകും അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നുള്ളത്. തനിക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. താൻ വിചാരിക്കുന്ന ആൾക്കാരെല്ലാം മണ്ടന്മാരാണ്. താൻ പറയുന്നില്ല പച്ചവെള്ളം വിഴുങ്ങുന്ന പോലെ അങ്ങ് വിഴുങ്ങിക്കോളും. ഇത് ആർക്കും മനസ്സിലാകത്തില്ല. തൻ്റെ ഉദ്ദേശം എന്താണ്, താൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എന്ന് ചിന്തിക്കരുത്. താൻ ഇപ്പോഴും പറയുന്നത് തന്നെയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പല മണ്ടത്തരങ്ങൾ എഴുതി വിടണ്ട. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എല്ലാവരും അങ്ങനല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് കേട്ടോ. ദിവ്യ എസ് അയ്യർ കെട്ടിപ്പിടിച്ചു. അവർ കറുത്തവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, വെളുത്തവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അവർക്കാരും പൈസ ഇല്ലാത്തവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഇനിയും കെട്ടിപ്പിടിക്കും, ഇനിയും കെട്ടിപ്പിടിക്കും. ഇതൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് അത്ര വലിയ അർത്ഥതലങ്ങളൊന്നുമില്ല. അത് ഒരു മന്ത്രിയായിട്ടുള്ള ആളെ കളക്ടറായിട്ടുള്ള അയാളുടെ കീഴ് ജീവനക്കാരിയായിട്ടുള്ള ഒരാൾ കെട്ടിപ്പിടിച്ചു, അത്രേ ഉള്ളൂ. അതിന് മന്ത്രി അനുവാദം കൊടുത്തു, അല്ലെ മന്ത്രി അതിനെ സമ്മതിച്ചെന്ന് വേണം താൻ പറയാൻ. അങ്ങനെ വേണമെങ്കിൽ ഇതിനെ പറയാം തൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച്. അല്ലെങ്കിൽ രണ്ട് മനുഷ്യർ പരിചയമുള്ളവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു. അതിനകത്ത് കറുത്തവരുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് താന്നവരുണ്ടായിരുന്നു, കളക്ടറായിരുന്നു, അതിനകത്ത് വേറെന്താ ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ തെണ്ടിത്തരമൊക്കെ പറയുന്നത് താനാണ്, അല്ലാതെ വേറെ ആരുമല്ല. വാട്സപ്പ് മാമൻ എന്നൊക്കെ ആൾക്കാർ ഇയാൾ എഴുതി വിടാറുണ്ട്. ഇതിനകത്ത് വാട്സപ്പ് മാമൻ എന്ന് പറയുന്ന മാമൻ താനാണ്. അത് തനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും പറയുമ്പോഴേ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. വാട്സപ്പ് മാമന്മാർ ഒരിക്കലും ഒരു കുത്തിത്തിരിപ്പാണ് അവർ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ തെണ്ടിത്തരമാണ് അവർ പറയുന്നത് അവർ സ്വയം കരുതിയിട്ടല്ല പറയുന്നത്. ഇയാൾ പറയുന്നത് അത് തന്നെയാണ്. ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇയാൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ലാന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഇതേപോലെ തന്നെ എല്ലാവരും പറയുന്നത്. സാമൂഹിക പ്രതിബദ്ധതയോടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയോട് എന്താണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ലാതെ വാട്സപ്പിൽ കൂടെ എഴുതി വിടുന്ന ആൾക്കാരാണല്ലോ ഈ വാട്സപ്പ് മാമൻ എന്ന് പറയുന്നത്. താൻ അതാണ് ചെയ്യുന്നത്. അത് തനിക്ക് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ മാമൻ താനാണ്, മാമൻ, വാട്സപ്പ് മാമൻ. സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ചിന്താഗതിയുള്ള, നാറിയ ചിന്താഗതിയുള്ള ഒരാൾ അത് താനാണ്. താനത് മനസ്സിലാക്കണം കേട്ടോ. മിസ്റ്റർ ബെന്യാമിൻ എന്ന് പറയുന്ന ആട് ജീവിതമേ. അവാർഡൊക്കെ കിട്ടുമായിരിക്കും, വലിയ നോവലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. അതിന് താനീ പറഞ്ഞൊരൊറ്റ കാര്യം മതി, വേറെ ഒന്നും വേണ്ട അതിനകത്ത്. വലിയ ഡയലോഗ് എന്നിട്ട് അതിനൊക്കെ എക്സ്പ്ലനേഷൻ എഴുതി വിട്ടേക്കുക. അത് തന്നെ ഒരു മണ്ടത്തരമാണ്. കഥയൊക്കെ എഴുതിക്കോ പൂമ്പാറ്റയിലൊക്കെ, അതൊക്കെ പറ്റുള്ളൂ.
അത് എഴുതിയാൽ മതി, വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, ഇതിനകത്ത് എക്സ്പ്ലനേഷൻ വേണ്ട. തനിക്കിതാ പറയാൻ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ട് സഖാവ് എന്നൊക്കെ പറഞ്ഞ് മെൻഷൻ ചെയ്തേക്കാം. സഖാവ് അതന്നെ മറ്റേ സഖാവ് കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചത് കറുത്തവരെയും ജാതി തന്നവരെയും കെട്ടിപ്പിടിക്കുന്നവത്തെ ഒരു കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നത്. സഖാവെന്ന് മെൻഷൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഇതിനകത്തെ ജനറേഷന് യോജിക്കാത്ത വർത്തമാനം പറയുന്ന വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആൾ താനാണ്. താൻ എന്ത് വലിയ എഴുത്തുകാരാണല്ലോ. അതെനിക്ക് തന്നോട് പറയാനുള്ളൂ എന്ന്. അത് അയാളോട് പറയുന്ന പോലെ ഞാൻ പറയുന്നത് ഈ സൊസൈറ്റിയോടാണ് കേട്ടോ.